Hey everyone, welcome back to another video. ഇന്ന് എന്നൊരു എക്സാമിന് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇത്രയും വർഷം ഞാൻ കോളേജിൽ എക്സാം എഴുതാൻ പോയിട്ടും ഇതുവരെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും തേർഡ് ഇയർ ആയില്ലേ, ഇനി കുറച്ച് കാലം കഴിഞ്ഞ് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു മെമ്മറി ആയിക്കോട്ടെ വിചാരിച്ചു. ഇന്നാണെങ്കിൽ എനിക്ക് ഫോറൻസിക് എക്സാമാണ്, ലാസ്റ്റ് ഫൈനൽ ആവറേജ് എക്സാമാണ് നടക്കാൻ പോകുന്നത്. ഈ ഫൈനൽ ആവറേജ് എക്സാം കഴിഞ്ഞിട്ടാണ് നമുക്ക് യൂണിവേഴ്സിറ്റി വരുന്നത് കേട്ടോ. ഈ എക്സാമിന് പോകുമ്പോൾ പെന്നും പെൻസിലും സ്കെയിലൊക്കെ തപ്പിയെടുത്ത് കൂടെ ഒരു സ്പെക്സും എടുത്തിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. സാധാരണ ഓരോ എക്സാമിന് ഞാൻ ഓരോ സ്കെയിൽ വാങ്ങുന്ന അവസ്ഥയാണ്. ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ട് ഞാനൊരു ഐപാഡ് എടുത്തിരുന്നു. MBBSൻ്റെ കരിക്കുലം വെച്ചിട്ട് നമുക്ക് സെമിസ്റ്റർ എക്സാം അല്ല കേട്ടോ, ഒരു വർഷം 3 ഇൻറ്റേർണൽസ് ഉണ്ടാവും. ഈ 3 ഇൻറ്റേർണൽസിൻ്റെ ആവറേജ് വെച്ചിട്ടാണ് നമുക്ക് ഇൻറ്റേർണൽ മാർക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാവും. അപ്പം ശരിക്കൊരു വലിയ എക്സാം എന്ന് പറഞ്ഞത് ഒരു വർഷം ഒന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ സിലബസും പോർഷൻസും ഉണ്ടാവും. ഈ എക്സാമിന് എല്ലാം പഠിച്ചിട്ട് എന്തായാലും എഴുതാൻ പോകാനൊന്നും കഴിയില്ല. അതാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് റിവിഷനാണ് എല്ലാവരും. കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു നോട്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഇമ്പൾസ് പറഞ്ഞ ബുക്കൊക്കെ ഉണ്ട്, ആ ബുക്കൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് മിനിറ്റ് അവിടെ നിന്നിട്ട് റിവൈസ് ചെയ്യലാണ് ഞങ്ങളെല്ലാവരുടെയും പണി. ഇപ്പം ഞാനും റിമയും അവിടെ നിന്നിട്ട് ലാസ്റ്റ് പോയിൻറ്റ്സ് നമുക്കുണ്ടാവല്ലോ, അപ്പുറത്തും ഇപ്പുറത്തുനിന്നും ഫ്രണ്ട്സ് ഓരോരോന്ന് വേർഡ്സ് പറയുമ്പം അയ്യോ അത് പഠിച്ചിട്ടില്ലല്ലോ ഇത് പഠിച്ചിട്ടില്ലല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ നോക്കുന്ന പണിയാണ്. അധികമൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും പഠിച്ചത് എന്തെങ്കിലും ഓർമ്മ ഉണ്ടായാൽ മതി എന്ന് മാത്രമുള്ള പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ എക്സാമുകൾക്ക് കയറൽ. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ ഈ IPC സെക്ഷനൊക്കെ മാറ്റിയിട്ടുണ്ട് ഫോറൻസിക് മെഡിസിനിൽ. അത് BNS എന്ന് പറഞ്ഞ കാറ്റഗറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ BNS പഠിക്കലാണ് മെയിൻ പണി. അത് ChatGPT നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കും, എന്നിട്ട് അതൊരു ടേബിളാക്കി തരാൻ പറഞ്ഞാൽ ChatGPT അതിനനുസരിച്ച് ടേബിളാക്കും. ഇതിപ്പോൾ കണ്ടില്ലേ, എല്ലാവരും ഫുൾ പഠിത്തത്തിൻ്റെ തിരക്കിലാണ്. ലാസ്റ്റ് മിനിറ്റ് അയ്യോ ഇതെങ്കിലും മറന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അവസാന നിമിഷം എക്സാം ഹാളിൻ്റെ പുറത്തൊക്കെ നിന്ന് പഠിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ ബാച്ചിൽ ഇപ്പോൾ 250 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഫോറൻസിക്കൊക്കെ എക്സാം ചെയ്താൻ വേണ്ടിയിട്ട് 250 സ്റ്റുഡൻസും ഉണ്ടാവും. എല്ലാവരും എക്സാം ഹാളിൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. എന്നാണെങ്കിലും ഉച്ചയ്ക്കായിരുന്നു എക്സാം. അപ്പോൾ ഉച്ചയ്ക്ക് എക്സാമിൻ്റെ മുന്നേ എല്ലാവരും അവിടെയും ഇവിടെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിയതിൻ്റെ ക്ഷീണമാണ്. ഇന്ന് 1:30ക്കാണ് എക്സാം എന്നാട്ടോ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെ എക്സാം ഹാളിൽ വേറെ ഏതോ ബാച്ചിന് എക്സാം ഉണ്ടായിട്ട് കഴിഞ്ഞിട്ടില്ല അവിടുത്തെ. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു 1:32 ആയിട്ടും അവിടുത്തെ എക്സാം ഒന്നും തീർന്നുണ്ടായില്ല. പഠിച്ച ആൾക്കാർ ഇതെല്ലാവരും മറന്നു പോകുമെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചേക്കുക. അതിൻ്റെ അടുക്കാണ് നമുക്ക് വെന്യൂ ചേഞ്ച് വന്നത്. അങ്ങനെ ഞങ്ങൾ വേറൊരു ലെക്ചർ തിയേറ്റർ കോംപ്ലക്സ് ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് എക്സാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അവിടേക്ക് പോവുകയാണ്. വളരെ നല്ലതായിരുന്നു. ഇത്രയും കാലത്തെ എക്സാമിനേഷൻസിൽ വെച്ച് അവർ നമ്മളെ പറ്റിച്ചു, വീണ്ടും പറ്റിച്ചു. ഇത്രയും കാലം ഇല്ല നല്ലതായിരുന്നു. പക്ഷെ ഞാൻ പഠിക്കാത്ത ചാപ്റ്റേഴ്സ് എല്ലാം കറക്റ്റായിട്ട് ചോദിച്ചു. കൊള്ളാം, നല്ല പേപ്പറായിരുന്നു. എനിക്ക് ഈ എക്സാം ഭയങ്കര നന്നായിട്ടൊന്നും തോന്നിയില്ല. കാരണം അതിൽ ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ടൈം ഉണ്ടായില്ല. അപ്പോൾ കുറേ എഴുതാനുണ്ടായിരുന്നു. എഴുതാനുള്ള കുറേ കാലത്തിന് ശേഷം പെന്നും പേപ്പറൊക്കെ പിടിച്ച് എഴുതണോണ്ടാണ് തോന്നുന്നത് ഭയങ്കര പണി ഉള്ള പോലെ തോന്നി, എഴുതാൻ വേണ്ടിയിട്ടും മടിയാവുന്ന പോലെ. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്ന്. പക്ഷേ ഇന്നത്തെ ഡേ തീർന്നിട്ടില്ല. എക്സാം മാത്രമല്ല, എനിക്കിത് കഴിഞ്ഞിട്ട് വേറൊരു പണിയും കൂടിയുണ്ട്. ഞാൻ മുന്നേ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലായിരുന്നു എനിക്ക് നോർത്ത് സോണിൽ ഒപ്പന ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നോർത്ത് സോൺ കഴിഞ്ഞ് അതിൽ പ്രൈസ് അടിച്ച് ഞങ്ങൾ ഇപ്പോൾ ഇൻ്റർ സോണിലേക്ക് പോവുകയാണ്. ഇൻ്റർ സോൺ ഞങ്ങളെ കോളേജ് വെച്ച് തന്നെയാണ് നടക്കാൻ പോണത്. അപ്പോൾ ഞങ്ങൾ ഒപ്പനൻ്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട് ഇപ്പം. ഇതാണ് എൻ്റെ ഒപ്പനൻ്റെ ടീം കേട്ടോ. ഇത്ര ആൾക്കാർ മാത്രമല്ല, ഒരു 10 ആൾക്കാരുണ്ട് ഒപ്പനൻ്റെ ടീം. അവരെല്ലാവരും വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പം ഞങ്ങളുടെ ഫുൾ ടീം എന്ന് പറയുന്നത് ഈ 10 ആൾക്കാരാണെങ്കിൽ 3 സിംഗേഴ്സും ബാക്കി 7 ആൾക്കാർ കളിക്കാനാണ്. 6 ആൾക്കാർ കളിക്കാൻ, അതിലൊരാൾ ബ്രൈഡും ഉണ്ടാവും. മീൻസ് 19 to 22 ഇൻ്റർ സോൺ നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ്, ഈ എക്സാമിൻ്റെ ഇടയിലൂടെ പ്രാക്ടീസും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത എക്സാമിന് പോയിട്ട് പഠിക്കാൻ.